നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായി തന്നെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമായിരിക്കും, പെൻഷൻ, ഗ്യാസ് സബ്സിഡി, മറ്റ് ആനുകൂല്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, എന്ന് മുതലായിരിക്കും ഇതിൻ്റെ എല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുക, എന്ന് മുതൽക്കാണ് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ 1600 രൂപയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗ്യാസ് സബ്സിഡി ഒന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ചില ക്ഷേമനിധി പെൻഷനുകൾ, ബിൽഡിംഗ് ക്ഷേമനിധി പോലത്തെ ചില ക്ഷേമനിധി പെൻഷനുകൾ 1.5 വർഷത്തോളമായി കുടിശ്ശികയാണ്. ഇതെല്ലാം എന്താണ് നമുക്ക് ലഭിക്കുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ വർധനവിനെ കുറിച്ചാണ്. ഏകദേശം 4 വർഷത്തോളമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ 1600 രൂപയാണ്. പിന്നീട് അങ്ങോട്ട് പെൻഷൻ മുടങ്ങുകയും പെൻഷൻ ലഭിക്കാതാവുകയൊക്കെ എല്ലാം പ്രശ്നമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവസാന സമയത്തായപ്പോഴേക്കും കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് ഇനിയൊരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം 200 രൂപ കൂട്ടി അല്ലെങ്കിൽ 400 രൂപ കൂട്ടി 1800 അല്ലെങ്കിൽ 2000 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. നവംബർ 1 കേരള പിറവി ദിനത്തിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അന്ന് തന്നെ മറ്റ് പല ആനുകൂല്യങ്ങളെയും പ്രഖ്യാപനം ഉണ്ടായിരിക്കും. എത്രയാണ് പെൻഷൻ വർധനമെന്ന് സർക്കാർ കറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും 200 രൂപയുടെയോ അല്ലെങ്കിൽ 400 രൂപയുടെയോ വർധനവ് ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈ വർഷം ഡിസംബർ മാസത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഡിസംബർ തുടക്ക സമയത്ത് തന്നെ ഇലക്ഷൻ നടത്തി ഡിസംബർ അവസാനം ആകുമ്പോഴേക്കും പുതിയ പഞ്ചായത്ത് ഭരണസമിതി വരുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ നീക്കുക. അതുകൊണ്ട് തന്നെ നവംബർ 15 മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചിലപ്പോൾ അറിയിപ്പുകൾ വന്നേക്കും. നവംബർ 15 കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതാണ്. അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ഏതായാലും നവംബർ 1 ഇതിനുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിയമസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെയായിരിക്കും കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും നിയമസഭ ഇലക്ഷൻ നടക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ സബ്സിഡി കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനമെടുക്കും. ആദ്യം നമുക്ക് ഗ്യാസ് സബ്സിഡി കുറച്ചുള്ള പൈസ മാത്രമേ നമ്മൾ കൊടുത്തിരുന്നത്. പിന്നീട് സബ്സിഡി നേരിട്ട് കൈകളിൽ എത്തിക്കുമെന്ന വാഗ്ദാനത്തിൽ നമ്മൾ ഗ്യാസിന് മുഴുവൻ പണം കൊടുക്കുകയും 250 രൂപ മുതൽ 350 രൂപ വരെയുള്ള സംഖ്യ നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ട് 4-5 വർഷത്തോളമായി ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നില്ല. ഈ ഒരു നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ കേരളത്തിലും അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ. അതിന് മുന്നോടിയായി തന്നെ സബ്സിഡിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടായിരിക്കും. വർഷം 9 കുറ്റികൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും സബ്സിഡി ലഭിക്കുക. മുമ്പ് ലഭിച്ചിരുന്നത് പോലെ തന്നെ 300 രൂപ മുതൽ 250, 300, 350 രൂപയുടെ ഇടയിലുള്ള സംഖ്യകളായിരിക്കും സബ്സിഡി ആയിട്ട് ലഭിക്കുക. നമ്മൾ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗ്യാസ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റുമായി നമ്മൾ മസ്റ്ററിങ് ചെയ്തിരുന്നു. അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും ഈ ഒരു സബ്സിഡി ലഭിക്കുക. ഗ്യാസ് മസ്റ്ററിങ് ഇനിയും പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരും ദിവസങ്ങൾ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാസിൻ്റെ കണക്ഷൻ മറ്റാളുടെ പേരിലാണെങ്കിൽ ഇപ്പോൾ നാട്ടിലുള്ള ആരുടെയെങ്കിലും പേരിൽ ഗ്യാസ് കണക്ഷൻ ബുക്ക് മാറ്റിയതിനു ശേഷം അവർ മസ്റ്ററിങ് ചെയ്താലും മതിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.